മാറേ ഒന്നും മയത്തില് വേണേ. കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ. മീശ ഡൈ ചെയ്തില്ലേ? എന്താ ഇത്? പടന്നയ്ക്കാൻ പറമ്പില് ഷൺമോന്റെ മോൻ ശിവാനന്ദ ഉലുവ 20,000 ശമ്പളവും പിന്നെ അപ്പിടി ഇപ്പിടി യാത്രാപ്പടി ഇനത്തിൽ 5 വേറെയും തന്ന് നിന്നെ ഞാൻ ഇവിടുത്തെ ലൈസൺ ഓഫീസർ എന്ന ബോർഡ് കഴുത്തിൽ തൂക്കിയിട്ട് വളർത്തി പുഷ്ടിപ്പെടുത്തുന്നത് എന്റെ 6ാം ഭാര്യക്ക് തോണ്ടിക്കളിക്കാനല്ല. കുട്ടിയിരുന്നുള്ളൂ ഇരിക്കാൻ. നീ വാ ചിങ്ങണ്ണി. നീ ആ ചീരന്റെ അവിടുത്തെ ജോസഫേട്ടനോട് NH നമ്മൾ വാങ്ങാൻ പ്ലാനിട്ട സ്ഥലത്തിന്റെ ബ്രോക്കർ ആയി ചോദിച്ചോടാ. പറയടാ ശിവാനന്ദ. അതെ. തെണ്ടിത്തരം കാണിക്കുകയും ഒരു ഉളുപ്പില്ലാണ്ട് അത് സമ്മതിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ നീ ഇന്ത്യൻ പാർട്ടിയാണല്ലോടാ. കപത്തിനടിയിലായ കാലട നക്കിയെടുക്കുന്ന നാറിന്നൊരു പേരുണ്ടായിരുന്നു വെണ്ടർ ശിവൻപിള്ള എന്ന എന്റെ ഫാദറിന്. എനിക്ക് നക്കല് ബുദ്ധിമുട്ടായതുകൊണ്ടാ നിന്നെ പോലുള്ള സാറുമാരെ ഞാൻ വർക്കിന് വെച്ചിരിക്കുന്നത്. സാറിനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്റെ സാറുമാര് നക്കിയെടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാവണം. അല്ലാണ്ട് ഓണത്തിനിടയിൽ ഫാസ്റ്റ് ഫുഡ് നടത്തി ലാഭം അടിക്കുന്ന സെക്കൻഡ് നമ്പർ പണി ചെയ്യുന്ന ഷൺമോന്റെ മോനെ കൃഷ്ണകുമാറിന് ആവശ്യമില്ല. പൊക്കോ, പോടാ, ഇറങ്ങി പോടാ. സാർ ഫോൺ. ആരാ? കൊച്ചുണ്ണി സാർ. അളിയാ വണക്കം. കിതക്കുന്നോ? അതൊരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടതാ. ശാരീരിക നടപടിയായിരുന്നു. ചെസ്റ്റിന് കാല്. അളിയാ ദുബായിന്ന് നീ നിന്റെ ബോഡിയപ്പോ കൊണ്ടുവന്നു. സാർ മേത്ത. ആരുടെ മേത്ത? അല്ല സാർ, ബോംബെന്ന് മേത്ത. ബോംബെന്ന് മേത്ത? അളിയാ നില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞ മേത്തല്ലേ? സാർ സംസാരിക്കേ. സാർ സംസാരിക്കുന്നു. അതന്നെ സാർ സംസാരിക്കും. വല്ല ഇമ്പോർട്ടന്റ് മാറ്റർ ആയിരിക്കും. സംസാരിക്കേ സാർ. ഇംഗ്ലീഷ് ആണെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ? അതല്ലേ സാറിന് വെച്ചിട്ട്. എന്നാ ഹിന്ദി സംസാരിക്കും. അയ്യോ ഞാൻ ഹിന്ദി ഫോൺ കൂടി സംസാരിക്കില്ല. എനിക്കറിയില്ല. Hello, Mehta. Good morning. Tell me. Hello, Mehta. Krishnakumar here. അളിയാ ഞാൻ തിരിച്ചു വിളിക്കാടാ. രാവിലത്തെ ലക്ഷണം കണ്ടിട്ട് ഇന്നിത്തിരി പണി കൂടുന്ന തോന്നണേ. പണിക്കാരെത്തി. ഇങ്ങോട്ട് വാടും. അയ്യോ തെച്ചിക്കാട്ട അച്ചൻകുട്ടി സാറല്ലേ? അതെ. അപ്പൊന്നെ അറിയാല്ലേ? അയ്യോ പിന്നെ എന്നെ അറിയുമെന്നതിൽ അത്ഭുതമില്ല. അറിയണമല്ലോ. പൊളിറ്റിക്കൽ ഫീൽഡിന്റെ ഒരു അഡ്രസ്. സി കൃഷ്ണകുമാർ, ബിസിനസ് ഫീൽഡ് ആകുമ്പോ ഈ പണത്തിന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇവരുടെ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന സംഖ്യ അതൊരു തുകയാണോ? അതൊരു തുകയാണ്. അളിയ ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ബസ്സുകൂലി ലാഭിക്കാൻ കുന്നും പാടവും കയറി 5-8 മൈൽ നടക്കുന്ന സിസ്റ്റർ അങ്ങാടിയിൽ വന്നൊരു സവാരി വിളിച്ചതിന്റെ ഒരു സംഭവം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്താ പ്രൊമോഷൻ വല്ലതും ആയോ സിസ്റ്ററെ? ആയി ബ്രദറെ, സിസ്റ്റർക്ക് പ്രൊമോഷൻ കിട്ടി, ഡോക്ടറെ. വേറെ വിശേഷമൊന്നുമില്ലെങ്കിൽ കുട്ടം പോ. ഓഹോ. എന്താ കുട്ടിയെ ഈ നേരത്തെ? എന്താ വല്യമ്മേ, ഇത് വീട്ടിൽ കേറി വരാൻ പറ്റിയ നേരമല്ലേ? ഓ ഭാമയാണല്ലേ? എന്താ കഴിഞ്ഞോ നിന്റെ? ഇല്ല, ഇനി തുടങ്ങാൻ പോവല്ലേ. ഇപ്പൊ ഫുൾ ടൈം ഇവിടെ തന്നെയല്ലേ? ഭാര്യ വീട്ടുകാര് പടി അടച്ചോ? അജപ്രസംഗേ നാക്കിൽ വരൂ. വാടോ. അസലായിട്ടുണ്ട്. വന്നോടാ അമ്മയുടെ കണ്ണൻ. എന്നതാ അമ്മച്ചി, സുഖാന്നോ? എന്ത് ഭാഷയാടിത്? അച്ചായത്തി പിള്ളേരുടെ ഗ്യാങ്ങില് കൊല്ലം കുറച്ചായില്ലേ? ഇതാരിത്? മാതാ യശോധരാനന്ദ. എന്താ സ്ഥിതി? കുറവുണ്ടോ? നല്ല കുറവല്ലേ? ഈ ഒരു പെട്ടിയുള്ളൂ. അതിൽ കൈവെക്കണ്ട. കഴിഞ്ഞ തവണ എന്റെ പെട്ടി കൊണ്ടുപോയി കിണറ്റിലിട്ടത് മറന്നിട്ടില്ലേ ഞാൻ. ഇനി ചെറിയമ്മ അങ്ങനെ ചെയ്യില്ല കുട്ടാ. നിന്റെ വല്യമ്മാവനും പിന്നെ മറ്റേ കാർക്കോടകൻ അച്ചൂട്ടിയും അവരെ ഒരു ദിവസം ഞാൻ കിണറ്റിലിട്ട് മൂടും. അങ്ങനെ ഉപകാരമുള്ള വല്ലതും ചെയ്യും. ഞാൻ എടുത്തോളാം. യശോദരെ വാ മോളെ. ബാമ വന്നോ? ഇല്ല, ഇത് ഭദ്രയാ. ഓ എനിക്ക് നന്നായി തിരിയും രണ്ടാളുടെയും സ്വരം. സിസ്റ്റർ വരാൻ എത്ര മണിയാവും? നടന്നു വരണ റൂട്ടൊക്കെ ഇപ്പൊ മാറ്റിയിരിക്കണു. എപ്പോഴാ നിങ്ങളുടെ ഏട്ടൻ കാശ് വാങ്ങി പറ്റിച്ച ആൾക്കാര് മുന്നിൽ വന്ന് ചാടുകയെന്നറിയില്ലല്ലോ. പാവം
അതൊരുത്തി അനുഭവിക്കുന്നതിന് കയ്യും കണക്കുമില്ല. അതെ എന്റെ അച്ചിക്കാട്ടിലെ അച്ഛൻകുട്ടിയുടെ വീട് എവിടെയാ? അതെ, നേരെ കിഴക്കോട്ട് പോയാൽ മതി, കൊറേ ദൂരം പോണം. ഇതുവരെ ഓരോരുത്തർ പറഞ്ഞു പടിഞ്ഞാട്ടെന്ന്, ഇപ്പൊ കിഴക്കോട്ടയ്യോ? ഏത് പാതാളത്തിലാണ് ഈ എരപ്പൻ താമസിക്കണതാവോ? നിങ്ങൾ എന്താ അവിടെ തെരയണേ? ഞമ്മന്റെ ഒരു കമ്മല് പോയി. ഞാനും കൂടണോ തെരയാൻ? കിട്ടിച്ചവലേം തന്നാ മതി. ഇത് മുക്കിന്റെയാ. ഇതിനാണ് ഇങ്ങനെ മാന്തി പരതണ്. അല്ലമ്മ ഈ അച്യുതൻകുട്ടി മയ്യത്തായി പോയി. എന്താടി പേടിച്ചോ? പേടിക്കില്ലേ പിന്നെ. അതുപോലെ ഒരു മാരണത്തിന്റെ രക്ഷപ്പെട്ട് ഓടി വരിക. എപ്പ എത്തി? ദാ ഇപ്പോ 5 കൊല്ലത്തെ അഭ്യാസം തീർത്തിട്ട് തിരിച്ചു വന്നു. എന്തോ ഒരു വലിയ സമാധാനം നിന്നെ കണ്ടപ്പോ. ചെല്ല്, പോയി മേല് കഴുകോ വല്ലം കഴിക്കുക. എന്താന്ന് വെച്ചാ ചെയ്. ഇരുന്ന് പറയാൻ കഥകള് കൊറേ ഉണ്ട്. നല്ല ആളായിരുന്നു അല്ലേ? പാവായിരുന്നു. അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണം തോന്നോ? നീ പൊട്ടിയോ? ഇറങ്ങി പൊയ്ക്കൂടായിരുന്നു നിനക്ക്? നല്ല കഥ. എന്റെ സുഖം നോക്കി സകലരെയും മറന്നിട്ടങ്ങോട്ട് പോവാനോ? പിന്നെ നീ കരുതണ പോലെ ഇഷ്ടം മൂത്ത് നിൽക്കുന്നതായിരുന്നില്ല ഞാൻ. ബാധ്യതയും ഭാരവും ഒന്നും ഇല്ലാണ്ട് അതങ്ങ് നടന്നു കിട്ടുമെങ്കിൽ ആട്ടേന്ന് വെച്ചു. ദുഷ്ടനായാള് അച്ചുവേട്ടൻ. ഇറങ്ങി വന്നേ. കൃഷ്ണകുമാർ സാറേ. എന്താ അച്ചുകുട്ടി സാറേ? എന്റെ വീടും പറമ്പും സാറിന്റെ പേർക്ക് എഴുതിപ്പിക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കവര്. ഈശ്വര, ആ പ്ലാനിന്റെ പുറകിൽ ഞാൻ തന്നെയാണ് സാറേ. ഒരിടത്തിന്റെ ഡോക്യുമെന്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയത്തിലല്ലേ? ആ തുകയും പലിശയും കൊടുത്ത് ഡോക്യുമെന്റ് റിലീസ് ചെയ്യണം. പണം ഞാൻ തരാം. അതെന്നിട്ട് ഞാൻ പറയുന്ന ആളുടെ പേർക്ക് എഴുതി കൊടുക്കണം. അതൊരു ചതിയല്ലേ? ആഹാ, അതൊരു ചതിയായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ ചതിയല്ലേ ഈ ഇത്? നിന്നെ ഒരുത്തനെ വിശ്വസിച്ച 10 ലക്ഷം റുപ്യ നീ പറഞ്ഞ പന്നിക്ക് ഞാൻ കൊണ്ടേ കൊടുത്ത്. അതും വെണ്ടർ ശിവൻപിള്ളയുടെ മകൻ കൃഷ്ണകുമാറിന്റെ പണം. ഈ കൃഷ്ണകുമാർ ആണെങ്കിലോ ക്യാഷിന്റെ കാര്യത്തിൽ മഹാ തെണ്ടിയും. ഇവന്റെ ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് ആ പൊരയില്. അതിപ്പോ എന്താ ചെയ്യാ? ഇറക്കി വിടണം. വേറെന്ത് ചെയ്യാനാ? അപ്പൊ അവരെവിടെ പോവും? താൻ കുറച്ചു കാലം അവരെ കൊണ്ട് തേക്കടി ആര്യനിവാസിലോ കുമരകൻ ടാജിലോ അല്ലെങ്കിൽ തൃശ്ശൂർ രാമനിലത്തിലൊക്കെ പോയി സ്റ്റേ ചെയ്യേ. താങ്ങല്ല, വലിയ ചെലവാ. നീലക്കെമ്മിൻസ്കിയായാലോ അവര് വെറുതെ കിടത്തു. ഒറ്റ താങ്ങിന് അടിവേറ്റ താഴെയുള്ള മർമ്മത്ത് വെച്ച് തന്നാണ്ടല്ലോ. ആ RB നായരുടെ കൂടെ കൂടി ഈ പാവപ്പെട്ടവരെ ചതിക്കാൻ കൂട്ടി നിൽക്കുമ്പോ ഓർക്കണായിരുന്നല്ലോ എച്ചിക്കാട്ടച്ചുത. അയാൾ എന്നെ ചതിച്ച് മുങ്ങിയത്. അതൊരു കൂട്ടുകൃഷിയായിരുന്നില്ല. തപ്പി എടുക്കണോ? എവിടെന്ന് വെച്ചാ ബാംഗ്ലൂര് മൈസൂർ എവിടെ വെച്ചാ പോ. വണ്ടിക്കാശ് വേണ്ടി ഞാൻ തന്നേക്കാം. ആ തമ്പി സാറേ, ഇയാളുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ വെച്ച് ഒഴിപ്പിക്കുന്ന ഒരു ഇഷ്യൂവാണ്. മാന്യമായി കൈകാര്യം ചെയ്യണം. അത് തന്നെ പറയാനാ ഞാൻ വന്ന്. സാറ് തന്നെ പോണം. അപ്പൊ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. തമ്പി സാറേ, കൃഷ്ണകുമാർ സാറേ. വീണു വീഴണം. എടാ, എവിടെയാടാ അച്യുതൻകുട്ടി? കൊണ്ടുപോടാ അവനെ എന്റെ മുന്നില്. എന്റെ കുട്ടികളെ പെരിയൊഴിയിലാക്കിട്ട് അവനെ അവിടെ പോയിടാ. വിടടാ എന്നെ. നീ പോടാ അമ്പഴങ്ങാ മോറ. ഇവിടുന്ന് ആരെയും പടിയിറക്കാവുന്ന ഒരുത്തരും വിചാരിക്കണ്ട. വെട്ടി ഞാൻ എല്ലാത്തിനെയും വെട്ടി കൊല്ലും. വിടാനാ പറഞ്ഞത്. വിടാൻ വിടാൻ എന്നെ വിടാൻ. ജോസഫേ, ഇനി വേനൽ ചൂട് കൂടുന്തോറും ഇത് അധികാവിനെ ചെയ്യുള്ളൂ. കൂനിമേൽ കുരുന്ന് പറയണത് ഇതാ. അല്ലെങ്കിൽ തന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടും വേണ്ടുവോളം. അതിന്റെ കൂടെ ഒന്നിന് തലക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ ഏട്ടൻ കാണിച്ച കുഴപ്പം എന്തായാലും ശിക്ഷ അനുഭവിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ഈ വീടും വിട്ട് ഇറങ്ങി പോവാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതത്ര എളുപ്പാവില്ല നിങ്ങൾക്ക് ഇറക്കി വിടുക എന്നൊക്കെ പറയുന്നത്. കുട്ടി, ഞാൻ കൃഷ്ണകുമാറിന്റെ ശമ്പളക്കാരനാ. പ്രോപ്പർട്ടി അയാളുടെ പേരിൽ എഴുതി വാങ്ങിയ വിവരം വീട്ടിൽ അറിയിക്കണമെന്ന് പറഞ്ഞു.
അച്യുതൻകുട്ടിയുടെ വീടിന്റെ യഥാർത്ഥ പിക്ചർ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് അങ്ങനെ ഒഴിവാക്കി കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് അല്ലല്ലോ. അറിയാം സർ. ആ തുക തിരിച്ച് നിങ്ങൾ പറയണേ കൃഷ്ണകുമാറിന് കൊടുക്കാൻ ഇവിടെ ആര് വിചാരിച്ചാലും കഴിയേയില്ല. അങ്ങനെ പറഞ്ഞാൽ മറ്റൊന്നും പറയാനില്ലാത്തോണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നിസ്സഹായാവസ്ഥ? മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, ഈ പറഞ്ഞ കൃഷ്ണകുമാറിന്റെ ചേച്ചി. ഈ ഭൂമിയിൽ അയാളെ നിയന്ത്രിക്കാനും ശാസിക്കാനും അധികാരമുള്ള ഒരേ ഒരാൾ. ഒന്ന് കണ്ടു നോക്കിക്കൂടെ?